ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ് എനിക്ക് വിടാൻ സാധിച്ചില്ല, എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം റോസി മാഡം ടൈപ്പ് ചെയ്തു അയച്ചിട്ടുണ്ടായിരുന്നു ഫോൺ കംപ്ലൈൻറ്റ്. 2 ക്ലാസ് നിങ്ങൾക്ക് വിടാൻ പറ്റിയിട്ടില്ല. അപ്പം അതിലൊരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇന്ന് വിടുന്നത്. പിന്നെ ഇനി ഉള്ള ഒരു ക്ലാസ് തൊട്ടടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ പീരീഡ് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാറ്റർഡേയിലോ കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമ്മൾ കഴിഞ്ഞ സെമ്മിലെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഇനി പുതിയൊരു സെക്കൻഡ് സെമ്മിലേക്കുള്ളതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാനിത് എടുത്ത് വീഡിയോ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തന്നത്. പക്ഷേ അതിനകത്ത് ഡേറ്റ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും ആദ്യം മുതൽ വീഡിയോ എടുത്ത് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 33 എടുക്കുക. ടോപ്പിൽ സെക്കൻഡ് സെം എന്ന് വേണം എഴുതാൻ. ഇത് നോക്കിക്കേ, പാർട്ട് 7. ഇതാണ് പാർട്ട് 7. എന്താണ്? ഇറുക്കി മാത്ര. അപ്പം നമ്മൾ ആ ഈ ഇറ് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ ഇറ് വരുന്ന വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പഠിക്കുക. അപ്പം ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മ പ്ലസ് മെറ്. താഴെ അതുപോലെ തന്നെ കുറേയേറെ എക്സാമ്പിൾ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. മെറ്, നിറ്, ഗറ്, തിറ്, പിറ്. അതുപോലെ തന്നെ എല്ലാ അക്ഷരത്തിനും ഉണ്ട്. സ പ്ലസ് റെസിക്കൽ ടു സിറ്, താ പ്ലസ് റെസിക്കൽ ടു തിറ്, യാ പ്ലസ് റെസിക്കൽ ടു ഇറ്, രാ പ്ലസ് റെസിക്കൽ ടു ഇറ്, ഇക്ഷ പ്ലസ് റെസിക്കൽ ടു ഷിറ്, പിന്നെ ഠ പ്ലസ് റെസിക്കൽ ടു ഠിറ്. ഇങ്ങനെ എല്ലാ അക്ഷരത്തിനും ഈർ മാത്രം വരുമ്പോൾ ആ അക്ഷരത്തിൻ്റെ പ്രൊനൗൺസിയേഷനായിട്ട് മാറും അത്. അപ്പം നമുക്ക് ഓരോ പാർട്ടായിട്ട് നോക്കാം. അപ്പം നിങ്ങൾ ക്ലാസ് വർക്കും ഡേറ്റ് ഇടുക, പഠിപ്പിക്കുന്ന ഭാഗം റീഡ് ചെയ്ത് സൈൻ ചെയ്യണം, മറന്നു പോകരുതൊന്നും. അപ്പം ഈർ മാത്രം വരുന്ന വേർഡ്സുകൾ നോക്കിക്കേ. ഇറുക്കി മാത്ര. അപ്പം നിറ്, മെറ്, ബിറ്, തിറ്, പിറ്. അപ്പം അതിനുശേഷം മാസേ മെറ്. മായി പ്ലസ് റെസിക്കൽ ടു മെറ്, മെറുക്ക്. മെറുക്ക് എന്താണ്? ഡീർ, DEER, ഡീർ. മെറുക്ക് എന്ന് പറഞ്ഞാൽ മാന്. മെറുക്ക് മീനിങ് ഡീർ, DEER, ഡീർ. മെറുക്ക് മീനിങ് ഡീർ. വാട്ട്സ് മീനിങ് ഓഫ് മെറുക്ക്? ഡീർ. ദെൻ നെക്സ്റ്റ് നോക്കിയാൽ ഞാ പ്ലസ് റെസിക്കൽ ടു നിറുപ്പ്. നിറ് എഴുതി പ്ലസ് എഴുതുമ്പം നിറുപ്പ്. നിറുപ്പ് മീനിങ് കിങ്, KING, കിങ്. കിങ് ആരാണ്? രാജാവ്. പണ്ടൊക്കെ രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരാണ്. ഇപ്പോഴാണ് രാജാക്കന്മാരുടെ ഭരണമൊക്കെ മാറിയത് അല്ലേ. രാജപരമ്പരകളൊക്കെ ഇന്നും ഉണ്ട്, പക്ഷെ നമുക്ക് രാജാക്കന്മാരൊന്നും ഇല്ല. അപ്പം ഞായും അതിൻ്റെ കൂടെ പ്ലസ് ഇർ ചേരുമ്പോൾ നിറാവും. നിർ പ്ലസ് പായിസിക്കൽ ടു നിറപ്പ്. നിറപ്പ് മീനിങ് കിങ്. ദെൻ നെക്സ്റ്റ് മൃഗം എന്താണ് പറഞ്ഞത്? ഡീർ, DEER, ഡീർ. നിറപ്പ് മീനിങ് കിങ്. ഇനി അടുത്ത് നോക്കി, കൃഷക്. കാ പ്ലസ് ഇറസിക്കൽ ടു കിറ്. അതിൻ്റെ കൂടെ ഷായ പ്ലസ് ക് വരുമ്പോൾ കൃഷക്. കൃഷക് ആരാണ്? കലപ്പയൊക്കെ തോളെ വെച്ച് കൊയ്ത്തരിവാളൊക്കെ പിടിച്ചിരിക്കുന്ന ആരാണത്? കൃഷക്. ഫാർമർ. ആരാണ്? ഫാർമർ. FARMER, ഫാർമർ. അടുത്ത മീനിങ് നോക്കിയ കൃഷക് ഫാർമർ, FARMER, ഫാർമർ. വാട്ട്സ് മീനിങ് ഓഫ് കൃഷക്? ഫാർമർ, FARMER, ഫാർമർ. അപ്പം നെക്സ്റ്റ് നമ്മൾ ഋഷഫ് എന്നാണ് KGയിലും 1ലും ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഇപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് വാ പ്ലസ് ഇർ വൃ. അതിൻ്റെ കൂടെ ഷായും ഫായോട് ചേരുമ്പം വൃഷഫ്. ഋഷഫ് അല്ല, വൃഷഫ്. ദെൻ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് വൃഷഫ്? ഓക്സ്. വൃഷഫ് മീനിങ് ഓക്സ്, OX, ഓക്സ്. വാട്ട്സ് മീനിങ് ഓഫ് വൃഷഫ്? ഓക്സ്. വൃഷഫ് മീനിങ് ഓക്സ്, കൃഷക് മീനിങ് ഫാർമർ, ദെൻ നൃപ് മീനിങ് കിങ്, മൃഗ മീനിങ് ഡിയർ. ഓക്കെ. ദെൻ ഈ മീനിങ് 4 നിങ്ങൾ പഠിച്ച് എനിക്ക് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് അയച്ചാണ്. പേരൻസ് ചോദിക്കും, നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ, മീനിങ് വേർഡ് സ്പെല്ലിംഗ് ഉൾപ്പെടെ പറഞ്ഞു. ഇനി നമുക്ക് ഇറ് വരുന്ന കുറച്ച് വേർഡ്സുകൾ പഠിക്കാം. ഗ പ്ലസ് ഇർ ഗിറ്. ഗൃ അതിൻ്റെ കൂടെ ഹായോട് ചേരുമ്പോൾ ഗൃഹ്. അടുത്ത കാ പ്ലസ് ഇർ കിറ്. അതിൻ്റെ കൂടെ ഷീയോട് ചേരുമ്പോൾ കൃഷി. ആ പ്ലസ് മാ പ്ലസ് ഇർ മറ് പ്ലസ് വരുമ്പോൾ അമൃത്. ഒന്നുകൂടെ നോക്കിയേ, ഗൃഹ്, കൃഷി, അമൃത്. അടുത്ത നോക്കിയേ, ഖ പ്ലസ് ഇർ വരുമ്പോൾ കൃ. അതിൻ്റെ കൂടെ തായോടെ ചേരുമ്പോൾ കൃത്. പാ പ്ലസ് ഇർ വരുമ്പോൾ പ്ര. അതിൻ്റെ കൂടെ തായോടെ ചേരുമ്പോൾ പ്രഥ. ദെൻ ക പ്ലസ് ഇർ ചെയ്യുമ്പോൾ കൃ. പാ പ്ലസ് ണ് കൃപാണ്. ഇപ്പോൾ ഇവിടുന്ന് വായിച്ച് കൃത്, പ്രഥ, കൃപാണ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ദ പ്ലസ് ഇർ ദൃ. അതിൻ്റെ കൂടെ ഗായോടെ ചേരുമ്പോൾ ദൃഗ്. ദെൻ വാ പ്ലസ് ഇർ വൃ. അതിൻ്റെ കൂടെ തായോടെ ചേരുമ്പോൾ വൃഥ. അടുത്ത മാ പ്ലസ് ഇർ മൃ പ്ലസ് ദു പ്ലസ് ല്, മൃദുല്. വേർഡ് വായിക്കാം, ദൃഗ്, വൃഥ, മൃദുല്. അടുത്ത വാ പ്ലസ് ഇർ ഇസിക്കൽ ടു വൃ പ്ലസ് ഇക്ഷ, വൃക്ഷ. കാ പ്ലസ് ഇർ കൃ.
then pa kripa, then sa plus sr, then jaya nyaya srijana. വേടൊന്ന് റീഡ് ചെയ്യാം. വൃക്ഷ കൃപ സൃജന. then next okay, ta plus tr plus n tran, ga plus gr plus h grh, nika plus kr plus ta plus ഇജ്ഞ കൃതജ്ഞ. വേർഡ് റെഡി ചെയ്യാം. തൃണ് ഗൃഹ് കൃതജ്ഞ. അപ്പോൾ ഒന്നുകൂടെ വേർഡൊന്ന് റെഡി ചെയ്ത് തരാം. ഗൃഹ് കൃഷി, അമൃത്, കൃത്, പൃഥ, കൃപാണ്, ദൃഗ്, വൃഥ, മൃദുല്, വൃക്ഷ, കൃപ, സൃജന്, തൃണ്, ഗൃഹ്, കൃതജ്ഞ. നിങ്ങൾ വെച്ചങ്ങ് പ്രൊനൗൺസ് ചെയ്ത് അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ മതി, തെറ്റൊന്നുമില്ല. അപ്പോൾ അതിന് പേജ് റീഡ് ചെയ്യുക. അതിനുശേഷം താഴെ കണ്ട ഡോട്ടിൽ കൂടെ എഴുതാനുണ്ട് കുറച്ച് വേർഡ്. മൃഗ്, കൃഷക്, നിറുപ്പ്, തൃണ്, അമൃത്. ഈ വേർഡ് നിങ്ങൾ എഴുതണം. ആ വേർഡാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ ഡോട്ടിൽ കൂടെ നല്ല വൃത്തിയായിട്ട് എഴുതണം. നമുക്ക് ഇപ്പുറത്തൊരു പാസേജ് ഉണ്ടെന്ന് നോക്കാം. പാസേജിന് ശേഷം എക്സസൈസ് വർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ എടുക്കണമല്ലോ, അന്നത്തെ ദിവസം പറഞ്ഞുതരാം. കൃഷകക്ക് കൃപ, കർഷകൻ്റെ ദയ. കൃപ മീനിങ് മെഴ്സി. കൃപ മീനിങ് മെഴ്സി, ദയ. കൃഷക ആരാണ്? അപ്പുറത്ത് നമ്മൾ പഠിച്ചതാണ്. ആരാണ് കൃഷക്? ഫാർമർ. FARMER, ഫാർമർ. കൃഷക് മീനിങ് ഫാർമർ. അപ്പോൾ നോക്കിയേ, ഏക്ക് കൃഷകത, ഒരു കർഷകൻ. വഹീക്ക് ഉഗാത്ത, അയാൾ എന്ത് ചെയ്യായിരുന്നു? കരിമ്പ് കൃഷി ചെയ്യായിരുന്നു. വഹീക്ക് ഉഗാത്ത, ഉഗാന മീൻസ് മുളപ്പിക്കുക എന്ന്. അവിടെ കരിമ്പ് കൃഷി ചെയ്യുക. ഏക്ക് മൃഗ് ഭാഗത്ത ഹുവായ, ഒരു മൃഗ് ആരാണ്? അപ്പുറത്തെ മീനിങ് പഠിച്ച ഡീർ, ഒരു മാന് ഓടി കിതച്ച് അവിടേക്ക് വന്നു. വഹ് ഈക്ക് മീൻ ചുപ്പ് കയ, അത് ഓടി വന്ന് എവിടെ ഒളിച്ചത്? കരിമ്പും കാട്ടിൽ ഒളിച്ചു. ചുപ്പിന മീൻസ് മറയുക, മായുക, ഒളിക്കാന്ന്. അവിടെ നമുക്ക് ഒളിച്ചു എന്നുള്ള മതി. വഹ് ഈക്ക് മീൻ ചുപ്പ് കയ, കരിമ്പും കാട്ടിൽ ഒളിച്ചു. തഫി ധനുഷ്യബാണിലിയെ ഏക്ക് നൃപായ, അപ്പം അത് അന്നേരം തന്നെ ആ മൃഗത്തിൻ്റെ പുറയിൽ, അല്ല ആ ഡീറിൻ്റെ മാനിൻ്റെ പുറയിൽ ധനുഷ്യബാണ്, അമ്പും വില്ലും ഏന്തിക്കൊണ്ട് ഒരു നൃപ്, രാജാവ് വരുന്നുണ്ട്. നൃപ് ആരാണ്? അപ്പുറത്ത് പിടിച്ച കിങ്, ഒരു രാജാവ്. നൃപ് ഷിക്കാർ കർണാചാത്താൻ, അയാൾ എന്ത് ചെയ്യുമായിരുന്നു? വേട്ടയാടുകയായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ട് വരികയായിരുന്നു. ആര്? ആ രാജാവ്. അപ്പോഴാണ് ഈ മാനിനെ കണ്ടത്. മാനിനെ പിടിക്കാനായിട്ട് അയാൾ ഓടി. അങ്ങനെയാണ് മാനിൻ്റെ പുറകെ ആരും വന്നത്? ഈ കരിന്തോട്ടത്തിൽ രാജാവും എത്തിച്ചേർന്നത്. നൃപ് ഷിക്കാർ കർണാചാൻ, നിർബന്ധിയായിരുന്നു, വേട്ടയാടുക ആയിരുന്നു. ബഹു പൂച്ചിരഹാത, ആരോടാ ചോദിക്കുന്നത്? പൂച്ചിന മീൻസ് ചോദിക്കുക, ആസ്ക്. ആരോട് ചോദിക്കുന്നു? ബഹ് പൂച്ചിരഹാത, കർഷകനോട് ചോദിക്കുകയാണ്. മൃഗ് കിതർ ഗയ, ആ മാൻ, ഇങ്ങോട്ട് ഓടി വന്ന ആ മാന് എവിടെ? കിതർ മീൻസ് വെയർ, എവിടെ പോയി എന്ന്. മൃഗ് കിതർ ഗയ. കൃഷക് ചുപ് രഹ, കർഷകൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും മിണ്ടിയ, ചുപ്, സൈലൻ്റ് ആയിട്ട് ഇരുന്നു. നൃപ് ഉദർസെ ചലാഹയ, മറുപടി ഒന്നും കിട്ടാഞ്ഞപ്പോൾ രാജാവ് അവിടെ നിന്ന് ഉദർസെ, അവിടെ നിന്ന് അയാളങ്ങ് പോയി. നൃപ് ഉദർസെ ചലാകയ, രാജാവ് അവിടെ നിന്ന് പോയി. മൃഗ് ബച്ചുകയ, ആര് രക്ഷപ്പെട്ടു? ആ മാന് രക്ഷപ്പെട്ടു. കൃഷക് ഭഗത്ത് പുഷ്കുവ, കർഷകൻ വളരെയധികം സന്തോഷമാണ്. നമ്മൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നും, അല്ലേ? നല്ലതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് നല്ല ചെയ്തതിന് എന്തെങ്കിലും പ്രശംസ തരാണെങ്കിൽ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമായി, ഹാപ്പിയായി. അതുപോലെയാണ് ഇവിടെ കർഷകനെ ഒരു മാനിനെ രക്ഷിച്ചു. അയാൾക്ക് ആ രക്ഷപ്പെടുത്തിയ മാൻ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ അയാൾക്ക് വളരെ സന്തോഷം തോന്നി. ഒന്നുകൂടെ പറയാം. ഏക്ക് കൃഷകത, ഒരു കർഷകൻ. വഹീക്ക് ഉഗാത്താത്ത, എന്ത് ചെയ്യായിരുന്നു? കരിമ്പ് നടുകയായിരുന്നു. ഏക്ക് മൃഗഭാഗത്ത ഹുവ ആയ, ഒരു മാൻ അവിടേക്ക് ഓടിക്കതച്ച് വന്നു. വഹീഖുമേം ചുപ്പുഹയ, അതെന്ത് ചെയ്തു? ആ കരിമ്പും കാട്ടിൽ ഒളിച്ചു. തഫി ധനുഷ്യബാണിലിയേക്ക് നൃപായ, അമ്പും വെല്ലു വേണ്ടിക്കൊണ്ട് മാനിൻ്റെ പുറകെ ആര് വന്നു? ഒരു രാജാവ് വന്നു. നൃപഷിക്കാർ കർണാചാത്തത, രാജാവ് എന്ത് ചെയ്യായിരുന്നു? വേട്ടയാടുകയായിരുന്നു. അപ്പോൾ പൂച്ചിരഹാത, അയാൾ കർഷകനോട് ചോദിച്ചു. മൃഗ കിതർഗയ, ആ മാൻ എങ്ങോട്ട് പോയി? കൃഷക് ചുപ് രഹ, കർഷകന് മിണ്ടിയതേയില്ല. നൃപ് ഉദർസ ചലാഹ, രാജാവ് അവിടെ നിന്നങ്ങ് പോയി. മൃഗ് ബച്ച് ഗയ, അങ്ങനെ ആ മാന് രക്ഷപ്പെട്ടു. കൃഷക് ബഹുത്ത് ഖുശുവ, കർഷകന് വളരെയധികം എന്ത് തോന്നി? സന്തോഷം തോന്നി. നമുക്ക് ഈ പാഠം റീഡ് ചെയ്യണം. റീഡ് ചെയ്തിട്ട് നിങ്ങളെനിക്ക്
ഏതെങ്കിലും ഒരു സാറ്റർഡേ അവധി ദിവസം നോക്കി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രാക്റ്റീവ് സെക്ഷൻ വെക്കുന്നുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇൻട്രാക്റ്റീവ് സെക്ഷൻ വെക്കുന്നുണ്ട്. അന്നേരം ഞാൻ നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യിക്കും. റീഡ് ചെയ്ത് സൈൻ ചെയ്ത്, പേരൻസിൻ്റെ സൈൻ വേണം, സൈൻ ചെയ്ത് നിങ്ങൾ വെച്ചേക്കണം. ഇൻട്രാക്റ്റീവ് സെക്ഷൻ നെക്സ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇൻട്രാക്റ്റീവ് സെക്ഷൻ ഈവനിങ് വെക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എനിക്കിത് റീഡ് ചെയ്ത് കേൾപ്പിക്കണം. അതുപോലെ എല്ലാവരും നെറ്റിൻ്റെ പ്രോബ്ലം ഇല്ലാത്തവരൊഴിച്ച് ബാക്കി എല്ലാവരും ഇൻട്രാക്റ്റീവ് സെക്ഷനകത്ത് പങ്കെടുക്കുകയും വേണം. പഠിപ്പിക്കുന്ന സാധനം പഠിച്ചുകൊണ്ട് വേണം വന്നിരിക്കാൻ. ഇന്ന് തന്നെ എനിക്ക് മൃഗ്, നിർബ്, കൃഷക്, വൃഷഭ് ഈ 4 വേർഡിൻ്റെ മീനിങ് ഹിന്ദി വേർഡ് പേരൻസ് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ മീനിങ്ങും സ്പെല്ലിങ്ങും ഉൾപ്പെടെ എനിക്ക് അയച്ചു തരികയും വേണം. ഓക്കെ, ഇനി നോട്ട്ബുക്ക് എടുക്കാം. നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങളൊരു പേജ് സെക്കൻഡ് സം എന്ന് എഴുതി അങ്ങ് മാറ്റി വെച്ചേക്കുക. അതിനുശേഷം ഇന്നത്തെ ഡേറ്റ് ഇടുക, 17/10/2010 ഇടുക, 20 ഇടുക. പാർട്ട് 7 എന്നുള്ള ഹെഡിങ് ഇറുക്കി മാത്രം ഹെഡിങ് ഇടുക. കഠിന ശബ്ദം എന്ന് സബ് ഹെഡിങ് മാർജിനോട് ചേർത്ത് കഠിന ശബ്ദം. ഏതൊക്കെ കഠിന ശബ്ദം? മൃഗ്, നൃപ്, കൃഷക്, വൃഷഭ്. മൃഗ്, നൃപ്, കൃഷക്, വൃഷഭ്. അതത്രയും നിങ്ങൾ എഴുതുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ മാർജിനോട് ചേർത്ത് ശബ്ദാർത്ഥ ഹെഡിങ് കൊടുക്കുക. നമ്പർ 1 ഇടുക. എന്താണ് നമ്മൾ പഠിച്ചത്? മൃഗ്, ഡീർ, DEER, ഡീർ. നൃപ് എന്താണ്? കിങ്, KING, കിങ്. കൃഷക് എന്താണ്? ഫാർമർ, FARMER, ഫാർമർ. വൃഷഭ് എന്താണ്? ഓക്സ്, OX, ഓക്സ്. ഈ മീനിങ് എഴുതുക. നിങ്ങൾ 1 and 2 1 ടൈം എഴുതി വെച്ചാൽ 3, 4, 5 ടൈംസ് ഒന്നും നിങ്ങൾ ബുക്കിൽ എഴുതേണ്ട. പക്ഷെ പഠിച്ച് എനിക്ക് വീഡിയോ അയച്ചു തരണം. ഓക്കെ, പിന്നെ ഇനി ഇപ്പുറത്ത് എക്സസൈസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പുസ്തകത്തിലുള്ള മീനിങ് മാത്രം. കഴിഞ്ഞ സെമ്മിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് മീനിങ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്ത മീനിങ് മാം നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതെല്ലാം വെറുതെ വായിച്ച് പോവാം. ഓക്കെ, എക്സസൈസ് വർക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.